ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഇവിടെ എന്താ പരിപാടി എന്നല്ലേ? ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. അതായത് വീടിൻ്റെ വാതിലങ്ങ് തുറന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് അങ്ങ് ഓടും. ഇവിടെ വന്നാൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു സ്മൂത്തിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്മൂത്തി അവർ ഡെയിലി കുടിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഒരു ദിവസം ഇവരൊക്കെ സ്കൂളിൽ പോയ സമയത്തേ ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഗ്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആ സ്മൂത്തി ഒന്ന് കഴിക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്ലാനിലേക്ക് എത്തിയത്. ഇവരിത് കഴിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി എന്ന് പറയണോ. അപ്പോൾ ഏതൊരു ഫ്രൂട്ട് വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം. എന്നും രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതുമാണ്. നമ്മുടെ വിശപ്പിനൊക്കെ ചെറിയൊരു ശമനവും കിട്ടും. അതുപോലെ തന്നെ ഈ സ്മൂത്തി കുടിക്കുന്നതിലൂടെ നമ്മുടെ വയറിൻ്റെയൊക്കെ ഫാറ്റ് കുറയ്ക്കാൻ നമ്മുടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ അവരുടെ ആ പ്രശ്നങ്ങൾക്കും ഇതിലൂടെ പരിഹാരം കണ്ടെത്താം. അപ്പോൾ നമുക്ക് നോക്കാം. ചാടി സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഇത്തു കുറച്ച് ഇളക്കം കൂടുതലാ അല്ലേ? പൊതുവെ തോന്നിയില്ലേ? എവിടെയോ ഒരു പിരി ലൂസായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത്തുവിന്. ഇത്തു പിടിക്കല്ലേ? ഇതവിടെ ഒരു ഹെൽത്തി ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങളല്ല ഇവിടെ ഡെയിലി ഇവർ കഴിക്കുന്ന ജ്യൂസാണ്. അപ്പോൾ ഞാനിത് ഇത്തവണ ഒരു വീഡിയോ ആക്കാനുള്ള പരിപാടിയാണ്. ഇതെന്തൊക്കെയാ പറഞ്ഞത് രഞ്ജിത്തേട്ടാ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡെയിലി ഒരു ഫ്രൂട്ട് എടുക്കാറുണ്ട്. അപ്പോൾ കോമൺ ഇപ്പോൾ അവൈലബിൾ ആയത് മാംഗോ ആയതുകൊണ്ടാണ് മാംഗോ എടുക്കുന്നത്. സീസൺ അനുസരിച്ച് നമുക്ക് ഫ്രൂട്ട് മാറ്റാം. ഇതിന് നമുക്കൊരു ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറയാല്ലേ രാവിലെ. അതെ, കുറെ ഫാറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും കുറച്ച് വയറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എംപ്റ്റി സ്റ്റൊമക്കിലാണ് കുടിക്കേണ്ടത്. നമ്മളിപ്പോൾ കുറച്ച് അപ്പോൾ ഇതിന് മെയിനായിട്ട് നമ്മളൊരു ഫ്രൂട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് സീസണിലായിട്ട് ഇപ്പൊ മാംഗോ അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ മാംഗോ എടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങള് ഇത് പപ്പായ എടുത്തത്. പിന്നെ ആപ്പിൾ ഉണ്ടായത് ആപ്പിൾ എടുക്കും. അപ്പൊ ഇപ്പൊ കുറച്ച് കോമൺ ആയിട്ട് മാംഗോ കിട്ടുന്നതുകൊണ്ട് മാംഗോ യൂസ് ചെയ്യാം കേട്ടോ. സീസണൽ ഫ്രൂട്ട്സ് യൂസ് ചെയ്യാതിന് വേണ്ടി. അതെ, ജാറിലേക്ക് ഇടുക. ഇത് എന്തൊക്കെയാന്ന് പറയാം നമുക്ക് ആദ്യം. അപ്പോൾ സീസണൽ ഫ്രൂട്ടായ മാംഗോ ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. ആപ്പിൾ വേണമെങ്കിൽ എടുക്കാം, പൈനാപ്പിള്, പപ്പായ, ഏത് ഫ്രൂട്ട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഏത് ഫ്രൂട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫ്രൂട്ട് ആയിരിക്കും, അത് നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാം. ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് കാണിക്കാം. ഡേറ്റ്സ് നമ്മൾ 2-3 എടുത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടി. ജസ്റ്റ് പിന്നെ ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഷുഗർ ഒരു കണ്ടില്ല, കാരണം നമ്മളൊരു ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ ഹണി വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാഷ്യൂ, പിന്നെ ബദാം നമ്മൾ തലേ ദിവസമേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പിന്നെ ഇത് മക്കാന എന്ന് പറയുന്നത് നമ്മുടെ താമരപ്പൂവിന്റെ മുട്ടാണ്. ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം ഇത്. അപ്പം ഇതല്ലാണ്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാം. നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു സാധനം. പിന്നെ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ബ്ലാക്ക് ബെറീസ്. പിന്നെ ഇതുപോലെ എന്ത് സീഡ്സും കണ്ടന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓരോ പല കണ്ടന്റ് ആഡ് ചെയ്യാം. ഒത്തിരി സീഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്ലാക്സ് സീഡ്സ്, അതുപോലെ എല്ലാ സീഡ്സും അവൈലബിൾ ആയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ പിന്നെ നമുക്ക് വേണ്ട മെയിൻ ആയിട്ട് ഒരു ഗ്ലാസ് പാലാണ്. പാല് തണുത്താണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ തിളപ്പിച്ച് തലേദിവസം ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ചാണ്. അപ്പോൾ ആ തണുത്ത പാല് കുടിക്കാൻ സുഖമായിരിക്കും. പിന്നെ ഇതിന്റെ മെയിൻ കണ്ടന്റ് നമ്മൾ പറയുന്നത് ചിയാ സീഡ്സ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഹെൽത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ബെല്ലി ഫാറ്റ് കുറയാനൊക്കെ ഈ ചിയാ സീഡ്സ് നല്ല യൂസ്ഫുൾ ആണ്. അതുവേണ്ടിയാണ് മെയിൻ ആയിട്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കുറച്ച്. ഒരു സ്പൂണൊക്കെ ഒഴിച്ച് കാണുമല്ലേ? അതെ, എത്ര വേണം. ഒത്തിരി ഒഴിച്ചാലും അതിന്റെ ടേസ്റ്റിനും ഡിഫറൻസ് വരും. ബദാമും കാഷ്യൂ ഒരു 5-8 ആ സൈസിൽ മതി. ഒത്തിരി ഇടണമെന്നില്ല. നമ്മള് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ഹണി. മാംഗോ കുറച്ച് പുളിയുണ്ട്, അതുകൊണ്ട് ആ പുളി മാറാൻ വേണ്ടിട്ട് ഒരു കുറച്ച് ഹണി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാല് കുറെ നിറച്ചൊഴിക്കരുത്. അപ്പൊ ആദ്യമേ അടിച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഒഴിച്ചതിന് ശേഷം ഒന്ന്
നല്ലപോലെ അടിച്ചെടുക്കാം. ഒന്ന് ഗ്രൈൻഡ് ആയതിനു ശേഷം ബാക്കി പാലും കൂടെ ഒഴിക്കാം. പാലാണ്. കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ട് നമ്മളൊന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ മിക്സിയിലാകുമ്പോൾ ഇതിന്റെ അത്ര ഉഷാറായിട്ട് നമുക്ക് അടിച്ചു കിട്ടില്ല. സാധാ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഫുള്ള് നല്ല ജ്യൂസായി പോകും. നമുക്കിത് സ്മൂതി പോലെ ആ കണ്ടൻസ് എപ്പോഴും ഇങ്ങനെ കടിക്കാൻ കുറച്ച് ഐറ്റംസ് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ മിക്സർ യൂസ് ചെയ്യാന്ന് പറഞ്ഞത്. ഈ ഗ്രൈൻഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് എല്ലാ സീഡ്സിന്റെയും കുറച്ച് കണ്ടന്റ് അതിലുണ്ടാവും. അപ്പോൾ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇത് ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ കടിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. ശരി. അപ്പോൾ റെഡി ആയിപ്പോ ഇത്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം. 2 ഗ്ലാസ്സസാ എൻ്റെ അമ്മോ. നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്തി കഴിക്കാം. ആ ഒരു തിക്നെസ് കാണാൻ പറ്റും. അപ്പോൾ സാധാ ജ്യൂസിൽ കഴിച്ചാൽ നല്ല വെള്ളമായി പോകും. ഓ ആയില്ല. നിങ്ങൾ ചിയേഴ്സ് വാങ്ങില്ല ഇങ്ങനെ. അപ്പൊ ഇതാ രാവിലത്തെ ഹെൽത്തി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. വെറും വയറ്റിലൊരു ഗ്ലാസ് അങ്ങ് കുടിച്ചാൽ നമ്മുടെ വിശപ്പും പോവും, അതേപോലെ നമ്മുടെ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡ്രിങ്ക്.